മുസ്ലിം ന്യൂനപക്ഷം LDF-നെ കൈവിട്ടു എന്നുള്ളതാണ്. ആ പാറ്റേണിലായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. സ്വർണ്ണക്കൊള്ള എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഈ പോറ്റി എന്ന് പറയുന്ന കാട്ടുകള്ളനെ ആരാണ് ശബരിമലയിൽ കയറ്റിയത്? വെള്ളാപ്പള്ളി നടേശൻ തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ ഇത്രമാത്രം വിമർശനം നടത്തിയിട്ടും തള്ളിപ്പറയാൻ ശ്രമിക്കുന്നില്ല CPM. എന്നെ മലപ്പുറത്തിന്റെ മന്ത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഈ മലപ്പുറം പ്രേമികൾ എവിടെയായിരുന്നു? കാന്തപുരം എന്താണ് പറഞ്ഞത്? പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം വെളിയിൽ ഇറങ്ങി വന്ന് പറഞ്ഞത് കാന്തപുരമൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നയാളാണ്. അപ്പോൾ അവർക്ക് നമ്മളെപ്പോലെ പ്രതികരിക്കാൻ വേണ്ടി പറ്റൂല. ക്രൈസ്തവ സഭാ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ കാണുകയും കേന്ദ്രത്തിന് അനുകൂലമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് മോശം. പക്ഷേ കാന്തപുരം സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല. ക്ഷണിച്ചാൽ പോകുന്നതിൽ എന്താ തെറ്റ്? ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ളവർ ഇവർ കാന്തപുരത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി RSS-ഉമായിട്ട് ചർച്ച നടത്തിയതോ രഹസ്യ ചർച്ച? പക്ഷെ നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇത്രമാത്രം വലുതാക്കുന്ന എന്തിനാണ്? എന്താണെന്ന് വെച്ചാൽ വിഷം കുറച്ച് മതി. സന്ദീപ് വാര്യരെ താങ്കൾ ആ രീതിയിലല്ല കണ്ടത്. നമ്മൾ ഏത് പാർട്ടിയിലാണെങ്കിലും പൊറുക്കാൻ പറ്റുന്നതേ പറയാം. മൂന്നാം LDF സർക്കാർ വന്നാൽ ലീഗ് LDF-ലെത്തും. മുസ്ലിം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അധികാരം തന്നെ വേണമെന്നില്ല മുസ്ലിം ലീഗിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.